മായ എല്ലാ സീമകളും ലംഘിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ മനുഷ്യന് ഗുണമാകാനാണ് അല്ലാഹു ആവർത്തിക്കുന്നതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. لنجعلها لكم تذكرة وتعيها أذن واعية. നിങ്ങൾക്ക് നാം അതൊരു സ്മരണയാക്കുവാനും ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാനും വേണ്ടി. അന്ത്യദിനത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് സുനാമികള് ഓരോന്നും അതിന്റെ ദുരന്തം വിതച്ചത്. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. അല്ല, പെട്ടെന്നായിരിക്കും അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നത്. അങ്ങനെ അതവരെ അമ്പരപ്പിച്ചു കളയും. അതിനെ തടുത്തു നിർത്താൻ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമില്ല. പ്രകൃതിക്ഷോഭം എന്ന് സാമാന്യമായി വ്യവഹരിക്കപ്പെടുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ എന്താണ് പ്രകൃതിയെന്നും ആരാണിത് സംവിധാനിച്ചതെന്നും ആരാണിതെല്ലാം നിയന്ത്രിക്കുന്നതെന്നും ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നടക്കുന്ന ഏത് സംഗതികളിലും പാഠങ്ങളുണ്ടായിരിക്കും. അല്ലാഹു മനുഷ്യർക്കായി ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതായ വിശുദ്ധ ഖുർആൻ മനുഷ്യബുദ്ധിയെയും ചിന്താശേഷിയെയും പരിഗണിച്ചുകൊണ്ടാണ് വിശ്വാസകാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസമാണല്ലോ മുസ്ലിമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ. അവക്ക് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളിലധികവും പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയുള്ളതാണ്. ഇവിടെ അലങ്കാരങ്ങളിൽ മതിമറന്ന് ദൈവനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി എല്ലാവിധ അധാർമികതകളും ചെയ്തുകൂട്ടി സാക്ഷാൽ ഏക ഇലാഹിനെ ധിക്കരിച്ചു അവനു മാത്രം ചെയ്യേണ്ട ആരാധനകളും പ്രാർത്ഥനകളും അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് നടത്തി ധിക്കാരത്തിന്റെ ഉച്ചിയിൽ വിരാജിക്കുമ്പോൾ അല്ലാഹു ചില വിഭാഗങ്ങളെ പരീക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ പകരം മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരികയോ അങ്ങനെ അതൊരു ഗുണപാഠമാക്കുകയോ ചെയ്തിട്ടുള്ളതിന് നിരവധി സംഭവങ്ങളുണ്ട്. ധിക്കാരവും അഹങ്കാരവും പരിഹാസവുമായി നൂഹ് നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ നേരിട്ട ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ മകനടക്കമുള്ളവരെ അല്ലാഹു കഴിഞ്ഞ ശിക്ഷ നൽകിയത് ജലപ്രളയം മുഖേനയായിരുന്നു. പടച്ചവന്റെ കൽപ്പന പ്രകാരം മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയ നൂഹിനെ ജനത കഠിനമായി പരിഹസിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ശക്തമായ വെള്ളപ്പൊക്കത്താൽ അതേ മരുഭൂമിയിലുണ്ടാക്കിയ കപ്പലിൽ ഏതാനും സത്യവിശ്വാസികളുമായി നൂഹ് നബി രക്ഷപ്പെട്ടു. ശക്തമായ വെള്ളച്ചാട്ടം പർവ്വത ശിഖരത്തിൽ പോലും എത്തി. സ്വന്തം മകൻ നശിക്കുമെന്നതിനാൽ രക്ഷപ്പെടാനായി വിളിച്ച പിതാവിനോട് അഹങ്കാരത്തോടെ മകൻ പറഞ്ഞു, ഞാൻ പർവ്വതമുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും നിങ്ങളുടെ കൂടെയില്ല എന്ന് വിളിച്ചു പറഞ്ഞ മകനെയും ശക്തമായ തിരമാലകൾ ഇടിച്ചു വീഴ്ത്തിയ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين
പർവ്വതതുല്യമായ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എന്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത്. അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല, അവൻ കരുണ ചെയ്തവർക്കൊഴികെ. അപ്പോഴേക്കും അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു. ജോർദാനിലെ സദൂമിൽ ജനിച്ച ലൂത്ത് നബി അവിടുത്തെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ ജനതധികാരികളും അഹങ്കാരികളും സ്വവർഗഭോഗക്കാരുമായിരുന്നു. ഈ ജനതയെ ലൂത്ത് നബി നിരന്തരം സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയ മനുഷ്യരൂപത്തിലുള്ള മലക്കുകളെപ്പോലും സ്വവർഗഭോഗത്തിനായി വിട്ടുതരണമെന്ന് ആധികാരികളായ ജനത അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അവസാനം അല്ലാഹു ആ ജനതയെയും നശിപ്പിച്ചു. فأخذتهم الصيحة مشرقين. അങ്ങനെ സൂര്യോദയത്തോടെ ആ ഘോര ശബ്ദം അവരെ പിടികൂടി. فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. അങ്ങനെ ആ രാജ്യത്തെ നാം തല കീഴായി മറിക്കുകയും ചുട്ടുപഴുത്ത ഇഷ്ടികക്കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. إن في ذلك لآيات للمتوسمين. നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഹൂദ് നബിയുടെ പ്രബോധനത്തെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്ത ധിക്കാരികളായ ആദി ജനതയെ അല്ലാഹു ശിക്ഷിച്ച സംഭവം ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. അവർക്ക് അതികഠിനമായ തണുത്ത കാറ്റും പേമാരിയുമാണ് ശിക്ഷയായി അല്ലാഹു നൽകിയത്. അവസാനം ശക്തരായ ആ ജനത ഈത്തപ്പനത്തടികൾ വീണുകിടക്കുന്നത് പോലെ വീണു നശിച്ചുവെന്ന് ഖുർആനിലെ 69-ാമത്തെ അധ്യായം 6-7 വചനങ്ങളിലൂടെ അല്ലാഹു പ്രതിപാദിക്കുന്നു. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. എന്നാൽ ആദ് സമുദായം ആഞ്ഞുവീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പനത്തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്കു കാണാം. കരിങ്കല്ലുകൾ തുരന്ന് സൗധങ്ങളുണ്ടാക്കി മതിമറന്നു ധിക്കാരപൂർവം ജീവിച്ചിരുന്ന ജനവിഭാഗമായിരുന്നു സമൂദ് ഗോത്രം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. ആ ജനത ധിക്കാരത്തിലും അഹന്തതയിലും ശിർക്കിലും ഉറച്ചുനിന്നു. ഈ ജനതയെയും അല്ലാഹു ശിക്ഷിച്ചു. അനുസരണക്കേട് കാണിക്കുന്ന ഇവരെ പരീക്ഷിക്കാനായി സ്വാലിഹ് നബി അല്ലാഹുവിന്റെ കൽപ്പനയാൽ ഒരു ഒട്ടകത്തെ സ്വതന്ത്രമായി മേയാൻ അനുവദിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതിനെ ഉപദ്രവിക്കരുതെന്നും അവരോട് നിർദ്ദേശിച്ചു. ആ കൽപ്പനയെ ധിക്കരിച്ച ജനത ഒട്ടകത്തെ പിടിച്ചറുത്തു. അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായി. കഠിനമായ ഭൂകമ്പത്താൽ ഒരു പ്രഭാതത്തിൽ അവരെ നശിപ്പിച്ച സംഭവം ഖുർആൻ 11-ാമത്തെ അധ്യായം
67-ാമത്തെ വചനത്തിലൂടെ പ്രതിപാദിക്കുന്നു. وَأَخَذَ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ. അക്രമം പ്രവർത്തിച്ചവരെ ഘോരശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഇത്തരം സംഭവങ്ങളോ അതിനോട് സാമ്യമുള്ളതോ അതിനേക്കാൾ കടുത്തതോ ആയ തരത്തിൽ ആധുനിക മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇന്ന് പ്രവാചകന്മാരില്ല. കഴിഞ്ഞ കാല സംഭവങ്ങളും അള്ളാഹുവിന്റെ താക്കീതുകളും അവന്റെ കാരുണ്യവും ശിക്ഷയുമെല്ലാം വിവരിക്കുന്ന ദിവ്യഗ്രന്ഥം നമ്മുടെ പക്കലുണ്ട്. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ അതോ അവഗണിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. മനുഷ്യരുടെ ധിക്കാരങ്ങൾക്കുള്ള ശിക്ഷയുടെ മുന്നറിയിപ്പെന്നോണം ചില പ്രകൃതി പ്രതിഭാസങ്ങൾ അള്ളാഹു കാണിച്ചു തരുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനം, കൂട്ടമരണം, മാറാവ്യാധികള്, സോനു, ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കാറ്റുകളും. ഇവകളെല്ലാം പടച്ചവന്റെ പരീക്ഷണങ്ങളായിട്ടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരുടെ ചെയ്തികൾ തന്നെയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നു. നാട്ടിൽ അക്രമം വർദ്ധിക്കുമ്പോൾ, ദൈവധിക്കാരം അതിരുകവിയുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷ എന്ന നിലക്ക് പ്രകൃതി ദുരന്തങ്ങൾക്ക് നൂഹ് നബിയുടെ കാലം മുതൽ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധങ്ങളായ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഏതൊരു നാട്ടിൽ നാം പ്രവാചകനെ അയച്ചപ്പോഴും അവിടത്തുകാരെ ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് നാം പിടികൂടാതിരുന്നിട്ടില്ല. അവർ വിനയമുള്ളവരായി തീരാൻ വേണ്ടിയത്രേ അത്. പിന്നെ നാം വിഷമത്തിന്റെ സ്ഥാനത്ത് സൗഖ്യം മാറ്റിവെച്ചു കൊടുത്തു. അങ്ങനെ അവർ അഭിവൃദ്ധിപ്പെട്ടു വളർന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്കും ദുരിതവും സന്തോഷവുമൊക്കെ വന്നു ഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ അവരറിയാതെ പെട്ടെന്ന് നാം അവരെ പിടികൂടി. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചിരുന്നതിന്റെ ഫലമായി നാം അവരെ പിടികൂടി. എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? ആ നാടുകളിലുള്ളവർക്ക് അവർ പകൽ സമയത്ത് കളിച്ചു നടക്കുന്നതിനിടയിൽ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റിയും അവർ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി തന്നെ അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരായിരിക്കുകയില്ല. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നെടുവീർപ്പിടുകയും ദുഃഖം അണപൊട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ അത് വിസ്മരിക്കുകയുമാണ് നമ്മുടെ പതിവ്. അള്ളാഹുവിന്റെ മറ്റൊരു താക്കീത് കാണുക. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم